നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ട്രെയിൻ അപകടങ്ങൾ വർദ്ധിക്കുന്നത് മോദി സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമ ബംഗാളിൽ നിന്നുണ്ടായ ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ വർദ്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ, മോദി സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ കുറ്റപ്പെടുത്തി. പശ്ചിമ ബംഗാളിലുണ്ടായ ട്രെയിൻ അപകടം അതീവ ദുഃഖകരമാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേരുന്നു. അപകടത്തിൽ പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. രക്ഷാപ്രവർത്തനത്തിനും തുടർന്നുള്ള സഹകരണങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകരും പൂർണ്ണ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഇരയായവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം സർക്കാർ നൽകണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ട്രെയിൻ അപകടങ്ങൾ രാജ്യത്ത് ഗണ്യമായി വർദ്ധിച്ചു. മോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും പിടിപ്പുകേടിന്റെയും ഫലം മാത്രമാണിത്. ദിവസേന എത്രയധികം ആളുകൾക്കാണ് ഇത്തരം അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നത്. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സർക്കാരിന്റെ അവജ്ഞയെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാവില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. അപകടത്തിൽ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തെത്തിയിരുന്നു. മോദി സർക്കാർ റെയിൽവേയെ സ്വയം പ്രമോഷനുള്ള വേദിയാക്കിയെന്നായിരുന്നു ഖാർഗെയുടെ വിമർശനം. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. അഗർത്തലയിൽ നിന്നുള്ള കാഞ്ചൻജംഗ എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 16 പേർ മരിച്ചതായാണ് റെയിൽവേ അറിയിക്കുന്നത്. 60ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്.